പക്ഷി ഗർഭിണിയായിരുന്നു. അതുകൊണ്ട് അവളും അവളുടെ ഭർത്താവ് ശംഭുവും ചേർന്ന് ഒരു വലിയ ആൽമരത്തിന്റെ മുകളിൽ തന്റെ കൂട് പണിയുകയായിരുന്നു. ആ മരത്തിൽ വേറെയും ഒരുപാട് പക്ഷിക്കൂടുകൾ ഉണ്ടായിരുന്നു. ആ മരത്തിലായിരുന്നു ടുക് ടുക് അണ്ണാനും താമസിച്ചിരുന്നത്. നോക്കൂ ശംഭു, നമ്മുടെ കൂട് പൂർത്തിയാകാൻ പോകുന്നു. കുറച്ചു ദിവസങ്ങൾ കൂടി കഴിഞ്ഞാൽ നമ്മുടെ മുട്ടകളും എത്തും. ഞാൻ വളരെ സന്തോഷവതിയാണ്. അതെ ബുൾബുൾ, എനിക്കും വളരെയധികം സന്തോഷമുണ്ട്. കുട്ടികൾ വരുന്നതിന് മുൻപ് നമുക്ക് കൂട് റെഡിയാക്കണം. മഴക്കാലവും വരാൻ പോകുന്നു. എപ്പോൾ വേണമെങ്കിലും മഴ പെയ്യാൻ തുടങ്ങിയേക്കാം. ഹരേ ബുൾബുൾ, നീ ഗർഭിണിയാണ്. നീ എന്തിനാണ് ഇത്ര കഠിനാധ്വാനം ചെയ്യുന്നത്? ഈ ശംഭുവിനെ ഒറ്റയ്ക്ക് കൂട് പണിയാൻ അനുവദിക്കൂ. മീന, ഇത് നമ്മൾ രണ്ടുപേരുടെയും ജോലിയാണ്. എനിക്ക് എന്റെ വീട് പണിയുന്നത് വളരെ ഇഷ്ടമാണ്. ഇരുന്നിരുന്ന് ഞാൻ മടിച്ചിയായി മാറും. ആൽമരത്തിൽ വസിക്കുന്ന എല്ലാ മൃഗങ്ങളും പക്ഷികളും സന്തോഷത്തോടെയും സ്നേഹത്തോടെയുമാണ് ജീവിച്ചിരുന്നത്. പക്ഷേ അവിടെ ഒരു വികൃതിയായ കാക്കയും ഉണ്ടായിരുന്നു. അവൻ എല്ലാവരെയും ബുദ്ധിമുട്ടിക്കുന്നത് വളരെയധികം ആസ്വദിച്ചിരുന്നു. ബുൾബുൾ പക്ഷി ഗർഭിണിയാണെന്ന് കണ്ട് അവൻ പറയുന്നു, നിങ്ങൾക്ക് മുട്ടകൾ കിട്ടുമ്പോൾ ഞാൻ അവ താഴെയിടും. പിന്നെ നിങ്ങളുടെ കുട്ടികൾ ഈ ലോകത്തേക്ക് വരുന്നതിന് മുൻപ് അവർ മുകളിലേക്കും പോകും. നല്ല രസമായിരിക്കും. കാക്കയിൽ നിന്ന് അത്തരം വാക്കുകൾ കേട്ട് ബുൾബുൾ ഭയപ്പെടുന്നു. നീ ഇതെന്താണ് പറയുന്നത് കാക്ക സഹോദര? അങ്ങനെ ചെയ്യരുത്. ഇതിവന്റെ സ്ഥിരം പരിപാടിയാണ്. ബുൾബുൾ സഹോദരി, നീ അവൻ പറയുന്നത് ശ്രദ്ധിക്കണ്ട. ഈ കാക്ക ഒരു ഉപയോഗശൂന്യനാണ്. മറ്റുള്ളവരെ ബുദ്ധിമുട്ടിക്കാൻ വേണ്ടി മാത്രമാണ് ഇവൻ ഇങ്ങനെ സംസാരിക്കുന്നത്. അതെ വികൃതിയായ കാക്കേ, ഞാൻ പറയുന്നത് ശ്രദ്ധയോടെ കേൾക്ക്. എന്റെ മുട്ടയെ നീ എന്തെങ്കിലും ചെയ്താലുണ്ടല്ലോ, അത് നിന്റെ നല്ലതിനായിരിക്കില്ല. ശരി, നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ കഴിയും? നിനക്ക് എന്നെ ഒന്നും ചെയ്യാൻ കഴിയില്ല. നിന്റെ മുട്ടകൾ താഴെ ഇട്ടിട്ട് ഞാൻ പറന്നു പോകും. പോകൂ വികൃതിയായ കാക്കേ, ഇവിടെ നിന്ന് പോകൂ. ഞങ്ങളെ പേടിപ്പിക്കുന്നത് നിർത്ത്, അല്ലെങ്കിൽ അത് നിന്റെ നല്ലതിനായിരിക്കില്ല. ആൽമരത്തിലിരിക്കുന്ന മറ്റു പക്ഷികളും കാക്കയെ അപമാനിച്ച് അവിടെ നിന്ന് ആട്ടിയോടിക്കുന്നു. അതെ അതെ, പോകൂ ഇവിടെ നിന്ന്. വേറെ ജോലിയൊന്നുമില്ലേ? എപ്പോ നോക്കിയാലും അപ്പോഴെല്ലാം മറ്റുള്ളവരെ ബുദ്ധിമുട്ടിക്കാൻ എന്തെങ്കിലും വഴി കണ്ടെത്തിക്കൊണ്ടിരിക്കും. ഇവിടെ നിന്ന് ഓടിക്കോ കറുത്ത കാക്കേ. ഇവൻ വളരെ കറുത്തതാണ്. ഇവനെ കണ്ടാൽ അന്നത്തെ ദിവസം തന്നെ മോശമായി പോവും. തനിക്കു നേരിട്ട ഈ അപമാനം കാരണം കാക്കയ്ക്ക് നല്ല ദേഷ്യം വന്നു. പക്ഷേ അവൻ എന്തു ചെയ്യാൻ കഴിയും? ഇപ്പോൾ മരത്തിലിരിക്കുന്ന എല്ലാ പക്ഷികളും ഒത്തുകൂടി. അതുകൊണ്ട് തൽക്കാലം തെമ്മാടിക്കാക്ക അവിടെ നിന്ന് പോകുന്നു. പക്ഷേ അവന്റെ ഭീഷണി കാരണം ബുൾബുൾ ഉള്ളിന്റെ ഉള്ളിൽ വളരെ ഭയന്നുപോയി. ആ തെമ്മാടിക്കാക്ക നമ്മുടെ മുട്ടകൾ താഴെയിടില്ലല്ലോ അല്ലേ? എനിക്ക് നല്ല പേടിയാകുന്നു. അതെ അതെ ബുൾബുൾ, ഞാനില്ലേ. നീ എന്തിനാ വിഷമിക്കുന്നത്? മരത്തിൽ വേറെയും പക്ഷികളുണ്ട്. അവയും നമ്മളെ സഹായിക്കും. ഒരുപാട് അപമാനിക്കപ്പെട്ടതിന് ശേഷം ആ നിർഭാഗ്യവനായ കാക്ക ഇനി ഒരിക്കലും ഇവിടേക്ക് വരില്ല. ഇത് കേട്ടപ്പോൾ ബുൾബുളിന് അല്പം ആശ്വാസം തോന്നി. അങ്ങനെ കുറച്ചു ദിവസങ്ങൾ കടന്നുപോയി. അവരുടെ കൂട് പൂർത്തിയാകാറായി. ഒരു ദിവസം ആകാശം വളരെ മേഘാവൃതമായിരുന്നു. കനത്ത മഴയ്ക്കുള്ള സാധ്യതയും ഉണ്ടായിരുന്നു. അതേസമയം ബുൾബുളും ശംഭുവും ഒരുമിച്ച് ഭക്ഷണം തേടിപ്പോയിരുന്നു. നമുക്ക് വേഗം വീട്ടിലേക്ക് പോവാം, കാലാവസ്ഥ മോശമായി തുടങ്ങി. അതെ, തിരിച്ചു പോകാം. ഇന്ന് രാത്രി വീട്ടിൽ സുഖമായി കഴിയുവാൻ ആവശ്യമായ ധാന്യങ്ങളുണ്ട്. ബാക്കിയുള്ളത് ഞാൻ രാവിലെ എഴുന്നേറ്റ് കണ്ടെത്തിക്കൊണ്ടുവരാം. തിരിച്ചു പോകാം. രണ്ടുപേരും തിരിച്ചു വരികയായിരുന്നു. വഴിയിൽ വെച്ച് കനത്ത മഴ പെയ്യാൻ തുടങ്ങി. അയ്യോ, മഴ പെയ്യാൻ തുടങ്ങിയിരിക്കുന്നു. വേഗം വരൂ, വീടെത്താറായി. ഇനി നമ്മൾ പെട്ടെന്ന് തന്നെ വീട്ടിലെത്തിച്ചേരും. അവർ രണ്ടുപേരും വേഗത്തിൽ പറന്ന് വീട്ടിലെത്തുകയായിരുന്നു. മറുവശത്ത് ഒരവസരം കിട്ടിയപ്പോൾ കാലുക്കാക്ക അവരുടെ കൂട്ടിനടുത്ത് വന്നിരിക്കുന്നു. ആ ദിവസം ഇവർ രണ്ടുപേരും എന്നെ എല്ലാവരുടെയും മുന്നിൽ വെച്ച് അപമാനിച്ചു. മുട്ട തള്ളിയിടുന്നത് പിന്നീടുള്ള കാര്യമാണ്. അവർ വളരെയധികം കഠിനാധ്വാനം ചെയ്തുണ്ടാക്കി അവരുടെ കൂട് അത് തകർക്കും. പിന്നെ അവർ എവിടെയാണ് മുട്ടയിടുക? താമസിയാതെ ഏതെങ്കിലും പൂച്ച അതിന്റെ മുട്ടകൾ കണ്ടെത്തി തിന്നുകൊള്ളും. ഇതും പറഞ്ഞുകൊണ്ട് കാക്ക കൂട് നിലത്ത് തള്ളിയിടുന്നു. അപ്പോൾ കനത്ത മഴയും പെയ്യുന്നുണ്ടായിരുന്നു. സ്വയം രക്ഷിക്കാൻ വേണ്ടി
കാക്ക പെട്ടെന്ന് മുന്നിലുള്ള മരത്തിന്റെ കൊമ്പിൽ പോയി ഇരുന്നു. ഇനിയാണ് രസം. ബുൾബുളിന്റെയും ശംഭുവിന്റെയും വിഷമം കാണാൻ ഒരുപാട് രസമായിരിക്കും. കാലു ഇത് പറഞ്ഞതേ ഉള്ളൂ. കനത്ത മഴയിൽ നനഞ്ഞ് ബുൾബുളും ശംഭുവും അവിടെ എത്തിച്ചേർന്നു. അല്ലയോ ദൈവമേ, ഇതെന്താ? എന്റെ വീട്, നമ്മുടെ വീട് എവിടെ പോയി? ആരാണ് നമ്മുടെ വീട് നശിപ്പിച്ചത്? ഇതെന്താ? നമ്മുടെ വീട് ഇവിടെ ഇല്ല. ആരോ നമ്മുടെ വീട് തള്ളിയിട്ടു. ഇനി നമ്മൾ എന്ത് ചെയ്യും? എനിക്കൊന്നും തന്നെ മനസ്സിലാകുന്നില്ല ബുൾബുൾ. ശരിക്കും ഇത് ആരുടെ പ്രവൃത്തിയായിരിക്കും? ഇല്ല, ഇനി എന്ത് സംഭവിക്കും? നമ്മുടെ കുട്ടികൾക്ക് എന്ത് സംഭവിക്കും? ഞാൻ ഇനി എവിടെ മുട്ടയിടും? ദൈവമേ, നമുക്കിത് എന്താണ് സംഭവിക്കുന്നത്? നമ്മൾ ആർക്കും ഒരു ദോഷവും ചെയ്തിട്ടില്ല, എന്നിട്ടും. വിഷമിക്കാതെ ഇരിക്കൂ ബുൾബുൾ. എന്തെങ്കിലും ഒരു വഴി ഉറപ്പായും കിട്ടും. വരൂ, നമുക്ക് അയൽക്കാരോട് സഹായം ചോദിക്കാം. ബുൾബുളും ശംഭുവും അസ്വസ്ഥരാകുന്നത് കണ്ട് മുന്നിലെ മരത്തിലിരുന്ന കാക്ക ഉറക്കെ ഉറക്കെ ചിരിക്കാൻ തുടങ്ങി. ഇപ്പോൾ നല്ല രസമുണ്ട്. ഈ കാഴ്ച കാണാൻ വേണ്ടിയാണ് ഞാൻ വളരെ കാലമായി കാത്തിരുന്നത്. ഒടുവിൽ എന്റെ അപമാനത്തിനുള്ള പ്രതികാരം പൂർത്തിയായി. നീ, അതിനർത്ഥം നീയാണോ ഇതെല്ലാം ചെയ്തത്? ഉപകാരമില്ലാത്തവനായ കാക്കേ. പിന്നല്ലാതെ, എനിക്കല്ലാതെ മറ്റാർക്കാ ഇത്രയും നല്ലൊരു പ്രവൃത്തി ചെയ്യുവാൻ കഴിയുക? നീ ഈ ചെയ്തത് എന്തായാലും ശരിയായിട്ടില്ല. ഇത് പാപമാണ്. നോക്കിക്കോ, നിന്റെ തെറ്റിനുള്ള ശിക്ഷ നിനക്ക് പെട്ടെന്ന് തന്നെ കിട്ടും. ശംഭുവും ബുൾബുളും ചേർന്ന് ഏറെ പണിപ്പെട്ട് നിർമ്മിച്ച കൂട് വീണുപോയിരുന്നു. പക്ഷേ കനത്ത മഴയും തണുപ്പും കാരണം ബുൾബുളും ശംഭുവും വിറയ്ക്കുന്നുണ്ടായിരുന്നു. ഇനി എനിക്ക് ഇവിടെ കൂടുതൽ നേരം നിൽക്കാൻ കഴിയില്ല. നല്ല വേദന എടുക്കുന്നു. തണുപ്പും കൂടുതലാണ്. ബുൾബുൾ, വരൂ, നമുക്ക് നമ്മുടെ അയൽക്കാരോട് സഹായം ചോദിക്കാം. അവർ തീർച്ചയായും നമ്മളെ സഹായിക്കും. ശംഭുവും ബുൾബുളും മീനപ്പക്ഷിയുടെ കൂടിനടുത്തേക്ക് പോയി. പറന്നുകൊണ്ട് തന്നെ അവളോട് പറഞ്ഞു, മീന സഹോദരി, കാക്ക പ്രതികാരമായി എന്റെ വീട് നശിപ്പിച്ചു. എന്താ, എനിക്ക് നിന്റെ കൂട്ടിൽ മുട്ടയിടാമോ? എന്താ? എന്റെ കൂട്ടിൽ എവിടെയാണ് ഇത്രയധികം സ്ഥലം? ക്ഷമിക്കണം, മറ്റെവിടേക്കെങ്കിലും പോകൂ. പക്ഷേ ഇനി നമ്മൾ മറ്റെവിടെ പോകും? ആരോട് സഹായം ചോദിക്കും? അതെനിക്കറിയില്ല. പക്ഷേ ഇവിടെ ശരിക്കും സ്ഥലമില്ല. നിങ്ങൾ സ്വയം തന്നെ നോക്കൂ. മീന അവർ രണ്ടുപേരെയും സഹായിച്ചില്ല. അപ്പോൾ അവർ പറന്ന് മഞ്ജു പക്ഷിയുടെ കൂടിനടുത്തെത്തി. മഞ്ജു ജനലിലിരുന്ന് മഴ ആസ്വദിക്കുകയായിരുന്നു. സഹോദരി മഞ്ജു, എന്നെ സഹായിക്കൂ. ഞാൻ മുട്ടയിടാൻ പോകുന്നു. എന്റെ വീട് നശിച്ചു. അത് വളരെ കഷ്ടമായി പോയി. പക്ഷേ ക്ഷമിക്കണം, എന്റെ വീട്ടിലേക്ക് അതിഥികൾ വരുന്നുണ്ട്. അതുകൊണ്ട് നിനക്ക് ഇവിടെ മുട്ടയിടാൻ കഴിയില്ല. പക്ഷേ ഈ മഴയത്ത് ആര് വരാനാണ്? അതിൽ നിനക്കെന്താണ് കാര്യം? മഞ്ജു ദേഷ്യത്തിൽ ജനലടച്ചു. പിന്നീട് ശംഭുവും ബുൾബുളും ദുഃഖിതരായി സമീപത്തുള്ള മറ്റു പക്ഷികളോട് സഹായം ചോദിച്ചു. പക്ഷെ ഓരോരുത്തരും അവർക്ക് തങ്ങളുടെ കൂട്ടിൽ സ്ഥലം നൽകാൻ വിസമ്മതിക്കുന്നു. ശംഭു, കാലാവസ്ഥ വളരെ മോശമാണ്. നമ്മുടെ കൂടും നശിച്ചു. എല്ലായിടത്തും വെള്ളമാണ്. ഇത്തരമൊരു സാഹചര്യത്തിൽ ഞാൻ എവിടെ മുട്ടയിടും? ഒന്നും മനസ്സിലാകുന്നില്ല ബുൾബുൾ. എല്ലാവരും നമ്മളെ സഹായിക്കുന്നതിൽ വിസമ്മതിച്ചു. ഇപ്പോൾ ബുൾബുൾ തണുപ്പ് കാരണം വിറയ്ക്കുന്നുണ്ടായിരുന്നു. മുന്നിലിരിക്കുന്ന കാക്കയ്ക്ക് ഇപ്പോഴും ഒരു കുലുക്കവുമില്ലായിരുന്നു. നിസ്സഹായനായ ബുൾബുളിനെയും ശംഭുവിനെയും നോക്കി അവൻ ആസ്വദിക്കുകയായിരുന്നു. പക്ഷേ അപ്പോൾ ബുൾബുളും ശംഭുവും ഒരു ശബ്ദം കേട്ടു. ബുൾബുൾ സഹോദരി, ശംഭു സഹോദര, നിങ്ങൾ ഇവിടെ എന്റെ വീട്ടിലേക്ക് വരൂ. അത് മറ്റാരുമല്ല, ആ മരത്തിൽ താമസിച്ചിരുന്ന ടുക് ടുക് എന്ന അണ്ണാനായിരുന്നു. അവന്റെ ശബ്ദം കേട്ടപ്പോൾ ബുൾബുളും ശംഭുവും വളരെയധികം സന്തോഷിച്ചു. പെട്ടെന്നു തന്നെ അവർ ആ വീട്ടിനുള്ളിലേക്ക് പോയി. നിങ്ങൾക്ക് വളരെ വളരെ നന്ദി ടുക് ടുക്. ആരും ഞങ്ങളെ സഹായിക്കാതിരുന്നപ്പോൾ ഞങ്ങൾ നിന്നോട് അധികം സംസാരിച്ചിട്ടില്ലെങ്കിൽ പോലും നീ ഞങ്ങളെ സഹായിച്ചു. സാരമില്ല സഹോദര, കഷ്ടകാലത്ത് പരസ്പരം സഹായിക്കുക എന്നതാണ് കാടിന്റെ നിയമം, അല്ലേ? ബുൾബുൾ സഹോദരി, നീ ഇവിടെ മുട്ടയിടൂ. ഇത് ചൂടുള്ള സ്ഥലമാണ്. ബുൾബുൾ ടുക് ടുക്കിന്റെ വീട്ടിൽ മുട്ടയിടുന്നു. പക്ഷെ ഇതെല്ലാം കണ്ടപ്പോൾ കാക്കയ്ക്ക് നല്ല ദേഷ്യം വന്നു. ഏയ് ടുക് ടുക് അണ്ണാൻ, നീ ചെയ്തത് നന്നായില്ല.
അവരെ സഹായിച്ചുകൊണ്ട് നീ എന്നെ എതിരിടുകയാണ്. ഇത് ഓർമ്മിക്കുക. കാക്കയുടെ ശബ്ദം കേട്ട് ശംഭുവും ടുക് ടുക്കിന്റെ വീട്ടിൽ നിന്ന് പുറത്തേക്ക് എത്തി നോക്കി. അവർ എന്തെങ്കിലും പറയാൻ തുടങ്ങുന്നതിന് മുമ്പ് ശക്തമായ ഒരു മിന്നലുണ്ടായി. ആ മിന്നൽ കാക്കയിരിക്കുന്ന കൊമ്പിൽ വന്നു പതിച്ചു. കൊമ്പിനോടൊപ്പം കാക്കയും താഴെ ഒഴുകുന്ന വെള്ളത്തിലേക്ക് വീണു. രക്ഷിക്കൂ, ഞാൻ മുങ്ങി താഴുകയാ, ആരെങ്കിലും രക്ഷിക്കൂ. ഈ രംഗം കണ്ട് ടുക് ടുക് അണ്ണാനും ശംഭുവും അത്ഭുതപ്പെട്ടു. ഇതിനെയാണ് പറയുന്നത് നിങ്ങൾ വിതയ്ക്കുന്നത് നിങ്ങൾ തന്നെ കൊയ്യുമെന്ന്. കാലു മുങ്ങി താഴുകയായിരുന്നു. അപ്പോൾ ശംഭുവിന്റെയും ബുൾബുളിന്റെയും കൂടും അതേ വെള്ളത്തിൽ ഒഴുകി വരുന്നുണ്ടായിരുന്നു. കാലു കാക്ക അതിൽ അഭയം പ്രാപിക്കുന്നു. കഷ്ടിച്ച് രക്ഷപ്പെട്ടു. ഇന്ന് ഞാൻ മരിച്ചു പോയേനെ. നോക്കൂ ദുഷ്ടക്കാക്കേ, നീ നശിപ്പിച്ച കൂട് നിനക്ക് തന്നെ താങ്ങായി മാറിയിരിക്കുന്നു. കാലു, നിന്റെ പ്രവൃത്തികളുടെ ഫലം നീ കണ്ടു കഴിഞ്ഞു. ഇന്ന് ഞങ്ങളുടെ കൂടുകളാ നിന്നെ രക്ഷിച്ചത്. പക്ഷെ ഇനി ഒരിക്കലും ഞങ്ങളുടെ മരങ്ങളുടെ അടുത്ത് നിന്നെ കാണരുത്. ഇവിടെ കണ്ടാൽ അടുത്ത തവണ നിന്നെ രക്ഷിക്കാൻ ആർക്കും കഴിയില്ല. കാക്ക വെള്ളത്തിൽ കൂട്ടിൽ പിടിച്ചുകൊണ്ട് മുന്നോട്ട് ഒഴുകിപ്പോയി. അവന് അവന്റെ തെറ്റ് മനസ്സിലായി. അവൻ പിന്നീട് ഒരിക്കലും ശംഭുവിനെയും ബുൾബുളിനെയും ബുദ്ധിമുട്ടിച്ചിട്ടേയില്ല.